എടാ വായി നോക്കി അച്ചിക്കൊന്താ. എടാ നാണം ഉണ്ടോ നിനക്ക്? സ്വന്തം പെറ്റ തള്ളയെ അവിടുന്ന് അടിച്ചിറക്കി ഭാര്യയുടെ വാക്കും കേട്ടിട്ട് നീ പറയാൻ മിണ്ടരുത് കനക, നീ മിണ്ടരുത്. എത്ര നാളായിടെ എടാ നിന്റെ 10 മാസം മുമ്പ് പെറ്റത് നീ ഒന്ന് മനസ്സിൽ ഒന്ന് ഓർമ്മിച്ച് നോക്കാത്തെന്താ? എടാ എനിക്കിങ്ങനെ പോയി ഇല്ലാതെ പോയടാ ഇങ്ങനത്തെ ഒരു അമ്മേ. നിനക്ക് പുണ്യം ചെയ്യണം ഇങ്ങനത്തെ ഒരു അമ്മയൊക്കെ കിട്ടാൻ കേട്ടാ. നീ ഒന്നും പറയണ്ട. എടാ അവരടിച്ചിറക്കി അവരുടെ അവകാശം നീ മാസം എണ്ണി വാങ്ങിച്ചോണ്ടിരിക്കല്ലേടാ വാടക ഇനത്തിൽ. എന്നിട്ട് അവരെ ഇങ്ങനെ ചവിട്ടി തള്ളാന്ന് പറയും. എന്ത് ദ്രോഹം ചെയ്ത് അവർ നിന്നോട്? നീ സംസാരിക്കല്ലേ, കാരണം ആ രീതിയിൽ എന്നോട് സംസാരിക്കരുത്. നീ എന്താ വിചാരിച്ച അവരെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നോക്കാൻ ആരും കാണില്ല? എന്തോ അങ്ങോട്ട് ഇനി വിടുമെന്ന് നീ വിചാരിക്കണ്ട. അന്തസ്സായിട്ട് ക്ലീറ്റോ നോക്കുക ഈ അമ്മ. പിന്നെ നീ അങ്ങനെ പേടിപ്പിക്കല്ലേ എന്നെ. പിന്നെ നിന്റെ ഇവിടുത്തെ വാടകക്കാരനുണ്ടല്ലോ അലവലാതെ, അവനെ ഞാൻ ഇറക്കിവിടാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ ഒഴിപ്പിച്ചാളെ. അമ്മ ഇനി ഇവിടെ തന്നെ ആയിരിക്കും, അങ്ങോട്ട് വരണില്ല. കാണണമെന്നും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഞാൻ സമ്മതിക്കൂല. എടാ എനിക്ക് എൻ്റെ പെറ്റമ്മ തങ്ങടാ. നീ അതൊന്നും പറയണ്ട, ഞാൻ നോക്കിക്കോളാം അമ്മ. കാണിച്ചു തരാം അമ്മ എങ്ങനെ നോക്കി സംരക്ഷിക്കണമെന്നുള്ളത്. നീ കണ്ടു പഠിച്ചോ അമ്മ ഇനി എന്ത് സന്തോഷത്തോടെ ഇവിടെ കഴിയാൻ പോണേ. മതി എനിക്കൊന്നും കേൾക്കണ്ട, വെച്ചിട്ട് പോ. അലവലാതെ പെണ്ണുങ്ങളാ വാക്കും കേട്ട് നടക്കണൊരുത്തൻ. അമ്മ കൊടുത്തിട്ടുണ്ട്, കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഒരു പ്രശ്നമല്ല അമ്മക്ക്, ഇനി ഒരു വിഷമം ഉണ്ടാവില്ല. എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരും. കർത്താവേ ഒന്നുള്ളത് ഞാൻ 2 ചാക്ക് തന്നേക്കാമേ. അതെ പള്ളിയിലോട്ടേ നേർച്ച നേർന്നേക്കണം അരി കൊടുക്കാൻ ചാക്കില്. അത് പിന്നെ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ അമ്മയുടെ എല്ലാവിധ, അമ്മ ഇവിടെ ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും അമ്മയാണ്. അമ്മയുടെ ഐശ്വര്യങ്ങളും ശരീരസുഖത്തിനും ഒക്കെ ഞാൻ എല്ലാ മാസവും ഓരോ ചാക്ക് അരി വെച്ച് കൊടുക്കാമെന്ന് നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് 2 ചാക്ക് വെച്ച് കൊടുക്കാനുള്ള ത്രാണി എനിക്ക് തരണേ കർത്താവേ. കണ്ട നീ അങ്ങോട്ടും പോവല് പോണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് വാശി പിടിക്കണം, ഞാൻ വിടൂല കേട്ടാ. ഇല്ല ഇനി പോണില്ല. എന്നിട്ട് സാരി മാറ്റാൻ പറ്റുമോ? ഇത് തൊട്ടോട്ടെ, എടുക്കാമോ? എന്നാ കൊണ്ട. അതെ, രാജയോഗവുമായി രാജകുമാരി ഇവിടെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. രാജകുമാരി ആലപ്പുഴയിൽ നിന്ന് രത്നമ്മ രാജകുമാരി രാവിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. കനകനുമായിട്ട് എന്തോ ഉടക്കി പിരിഞ്ഞിട്ടാ വന്നേക്കണേ. ഇനി അവനെ പറയാത്ത രീതിയിൽ കുറ്റങ്ങളൊക്കെ പറഞ്ഞു. അതെന്തായാലും നന്നായില്ല. ഇപ്പൊ വേറൊരു കാര്യം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ്? ആ ഉടക്ക് ഇച്ചിരി ഗൗരവമായതുകൊണ്ട് തന്നെ വീടിന്റെ മുഴുവൻ ചുമതലയും ഇപ്പൊ എന്നെ ഏൽപ്പിച്ചേക്കാണ്. അത് ശരി. അപ്പൊ കോൾ അടിച്ച് ഇനിയിപ്പോ അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ളത് മറ്റവനെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം, ആ കമ്പിളി കൂട്ടനെ. അതെ, അത്യാവശ്യം ചെയ്തേ പറ്റത്തുള്ളൂ. അവനെ ഒഴിപ്പിക്കണം. എങ്ങനെ ഒഴിപ്പിക്കണം? അതാണിപ്പം പ്രധാനപ്പെട്ട പരിപാടി. അവനെ ഒഴിപ്പിച്ചിട്ട് അവിടെ ഉചിതമായ ആരെങ്കിലും താമസിപ്പിക്കുകയും വേണം. അളിയാ, ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അത് വേണ്ട, അതത്ര നല്ല കാര്യമല്ല. പാർട്ടിയിലുള്ളവന് വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ വാടക വാങ്ങിക്കുക, അവൻ്റെ പുറകെ നടക്കണം. 1 മാസം തരും, 2ാമത്തെ മാസം പെൻഡിങ് ആവും, പിന്നെ 3ാമത്തെ മാസം കടമാവും. അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ഒരു പരിചയമില്ലാതെ ആർക്കെങ്കിലും കൊടുക്കണം. അതാകുമ്പോൾ ധൈര്യമായിട്ട് ചെന്നിട്ട് കശറ എടാ പൈസ എന്ന് ചോദിക്കാമല്ലോ. അത് ഒരു കണക്കോർത്ത് ആളെയും പറയുന്നത് ശരിയാണ്. എടേ പിന്നെ അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു പാർട്ടിയുണ്ട്. അതാരും എടാ, നമ്മുടെ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ദീപു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്താണ്. അവൻ ഒരു വീട് തിരക്കി നടക്കുകയാണ്. എന്തായാലും എനിക്ക് അതീപിനെ പരിചയമില്ലാത്ത നന്നായി. അങ്ങനെയുള്ള ആളെ നമുക്ക് കൊണ്ടുപോകാം, നമുക്ക് നോക്കാം ന്യായമായിട്ട്. 10, 25, 50,000 അഡ്വാൻസ് മേടിച്ചു തരാം. വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ 50,000 രൂപ അഡ്വാൻസ് വേണം. ആളെയാ 10, 5,000 രൂപ ഇന്ന് വേണമെങ്കിൽ ടോക്കൺ മേടിക്കാവുന്നതാണ്. കിട്ടുമോ? പിന്നെന്ത്, ഞാൻ വാങ്ങിക്കാം. മേടിക്കുക. മറ്റേ അമ്പളി കൊണ്ട് നമുക്ക് 2 ദിവസത്തിനകത്ത് ഒഴിപ്പിക്കാം. പിന്നെ എൻ്റെ മനസ്സിൽ കുറേ പദ്ധതികളുണ്ട്. എന്ത് പദ്ധതി? കിളവിയുണ്ടല്ലോ, സ്നേഹിച്ച് ചുരുട്ടി മടക്കി എൻ്റെ പോക്കറ്റിലാക്കുക. ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർ തുമ്മണമെങ്കിൽ ഞാൻ വിചാരിക്കണം, ക്ലിറ്റസ്മം പറയണം തുമ്മണമെങ്കിൽ. പിന്നെ വീട്ടിൻ്റെ വാടകയായി ഒക്കുമെങ്കിൽ ആ പറ്റിൽ തന്നെ എങ്ങനെയെങ്കിലും വീട്ടിൻ്റെ ആധാരം കൂടെ എഴുതി വാങ്ങിക്കണം. എന്നിട്ട് കനകൻ്റെ മുഖത്ത് നോക്കിയേ എനിക്കെന്ന് ഈ മീശ ഒന്ന് ചുരുട്ടണം. Versus Alien.